പേരാമ്പ്രയിൽ സിപിഎമ്മിനെതിരെ വീണ്ടും പരാതി. നൊച്ചാട് ചാലിക്കര ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സൂരജ് പാലയാട്ട് ഫേസ്ബുക്കിൽ വിഭാഗീയ പരാമർശം നടത്തിയെന്ന ആരോപണം. മുസ്ലിം ലീഗുകാർ വീടുകളിൽ പാണക്കാട് തങ്ങൾ ഊതിയ അരി കൊടുത്ത വോട്ട് ചോദിക്കുന്നുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്. യൂത്ത് ലീഗ് പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വളരെ ഒരു കമ്മ്യൂണലായിട്ട് മുസ്ലിം ലീഗുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും UDF-കാരും വീടുകളിൽ പോയി കമ്മ്യൂണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ വോട്ട് പിടിക്കുന്നു എന്നുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള പരാമർശമാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയാണ് നൊച്ചാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ BJP-ക്കാർ പോലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ നടത്താൻ മടിക്കുന്ന ഒരു കാലത്ത് ഇതുപോലെ CPM-ന്റെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് ഇതുപോലെ ഉണ്ടാകുന്നത് വളരെ ഖേദകരമാണ്. മുഹമ്മദ് അസ്ലം ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. അസ്ലം, എന്താണ് ആ ഫേസ്ബുക്ക് കുറിപ്പിലെ വിശദീകരണം, ഒപ്പം യൂത്ത് ലീഗ് നൽകിയ പരാതിയിലെ വിശദാംശം? നമ്മളിപ്പോൾ സംസാരിച്ച അതേ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്ന് തന്നെ മറ്റൊരു പരാതി കൂടി വരികയാണ്. CPM-ന്റെ ചാലിക്കര, സ്ഥലത്തിന്റെ പേര് നൊച്ചാട് പഞ്ചായത്തിൽപ്പെട്ട ചാലിക്കര ഈസ്റ്റിന്റെ ബ്രാഞ്ച് സെക്രട്ടറി സുരാജ് പാലയാട്ടിന്റെ ഫേസ്ബുക്കിൽ ഒരു വിഭാഗീയമായ രീതിയിലുള്ള പരാമർശം ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ നൊച്ചാട് കമ്മിറ്റി ഇപ്പോൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അദ്ദേഹം സുരാജ് പാലയാട്ടിന്റെ അദ്ദേഹത്തിന്റെ പേരുള്ള ലീഗുകാരുടെ ചില വോട്ടുപിടുത്ത രീതികൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വീട്ടിൽ കയറി വരുന്ന പ്രാദേശിക ലീഗ് പ്രവർത്തകർ മതപരമായ അഭിവാദ്യം ചെയ്യും. ലീഗ് പ്രവർത്തകർ അവിടെ കയ്യിൽ കൊണ്ടുവന്ന അരിമണികളുടെ ഒരു ചെറിയ കടലാസ് പൊതി ആ വീട്ടിലെ വീട്ടമ്മയ്ക്ക് കൈമാറും. ആ അരിമണികൾ പാണക്കാട് തങ്ങൾ ഊതിയതാണെന്നും അവ വീട്ടിലെ അരിപ്പാത്രത്തിൽ അരിയിൽ കൂട്ടിക്കലർത്തണമെന്നും വീട്ടമ്മയോട് പറയും. ഹൈറ്. ഈ ചടങ്ങിന് ശേഷമാണ് പ്രദേശത്തെ ലീഗുകാരൻ എന്ത് കാര്യത്തിനാണ് വന്നതെന്നും ആർക്ക് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നത്. എന്ത് നല്ല മതനിരപേക്ഷ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അതായത് മുസ്ലിം ലീഗ് വീടുകളിൽ പോയി മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സ്വാധീനിക്കുകയും അതിനുശേഷം വോട്ട് ചോദിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാണക്കാട് കൊണ്ടുവന്ന അരിമണികൾ കൊടുത്തുകൊണ്ട് അതിനുശേഷം വോട്ട് ചോദിക്കുന്നു, ആ അർത്ഥത്തിൽ ഒരു സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് സുരാജ് പാലയാട്ട് എന്ന് പറയുന്ന അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. ഇത് പിന്നെ UDF-നെതിരായ ഒന്ന് വ്യാജ ആരോപണമാണ്, രണ്ട് വിഭാഗീയമായ ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിഭാഗീയമായ ആരോപണങ്ങൾ നടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൊച്ചാട് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ഇപ്പോൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പരാതി ലഭിച്ചതായി പേരാമ്പ്ര പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് പരിശോധിക്കുന്നുവെന്നും പറയുന്നുണ്ട്. അതേസമയം ഇതുവരെയും കേസോ മറ്റ് നടപടികളിലേക്കൊന്നും എടുത്തിട്ടില്ല. എന്തായാലും പേരാമ്പ്രയിൽ വീണ്ടും ഈ ഒരു വിവാദങ്ങൾ, സാമുദായികമായ വോട്ട് തേടുന്നുള്ള വിവാദങ്ങൾ, പരാതികൾ വീണ്ടും ഉയരുകയാണ്. ഒരിക്കൽ കൂടി CPM-നെതിരെ ഒരു പരാതി കൂടി പോലീസിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നൽകിയിട്ടുണ്ട്.